എടോ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുമോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ അല്ലാതെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ മറ്റേ ഒരു സിനിമയിലെ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രം പറയുന്ന മറുപടിയാണ് ഓർമ്മ വന്നത്. നമ്മൾ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറയുന്ന വിശ്വസിക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. 20 വർഷം മുമ്പ് ഒരു ശസ്ത്രക്രിയ നടന്നു. അന്ന് വയറ്റിൽ കുടുങ്ങിയ കത്രികയാണോ എന്ന് എങ്ങനെ അറിയാം? വണ്ടാനത്ത് ചെയ്തപ്പോൾ കുടുങ്ങിയ കത്രികയല്ല, ഈ ശസ്ത്രക്രിയ ഉപകരണമാണോ എന്ന് എങ്ങനെ അറിയാം? അതോ ഇനി വണ്ടാനത്ത് ചെയ്തപ്പോൾ കുടുങ്ങിയതാണെന്ന് എന്താ ഉറപ്പ്? ഇനി അതിന്റെ ലോഹ പരിശോധന നടത്തണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ശബരിമലയിലെ കട്ടളപ്പാളിയും ദ്വാരപാലകപാളിയും ഇളക്കി പരിശോധന നടത്തി ഇനി മെറ്റലർജിക്കൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ബാർക്കിൽ പോയതുപോലെ ഇനി ഈ ഉപകരണം ഒരു പരിശോധന നടത്തേണ്ടി വരുമോ എന്നുള്ളതാണ് ഡോക്ടറുടെ വിശദീകരണം കേട്ടപ്പോൾ നമുക്ക് തോന്നി എന്ന് കുടുങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ. രണ്ടാമതൊരു കാര്യം, 20 വർഷമല്ല ഒരു ആയുഷ്കാലം മുഴുവൻ ഇത് വയറ്റിലിരുന്ന ഒന്നും സംഭവിക്കില്ല എന്നാണ് സർജറിയുടെ ഹെഡായിരുന്ന ഡോക്ടർ പറയുന്നത്. ശരിയാണോ? എനിക്കറിയില്ല, ഡോക്ടർമാരൊക്കെ ഇത് കാണുന്നുണ്ടാവും. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലോഹഭാഗം വയറ്റിൽ വെച്ചുകൊണ്ട് എത്ര കാലം ജീവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നമ്മളാരും, ഞാൻ നേരത്തെ പറഞ്ഞ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല.